വയനാട് ടൗൺഷിപ്പിലെ വിവാദം അതിങ്ങനെ ആളിക്കത്തുകയാണ്. അതിൽ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന വിള്ളലോ അതൊന്നുമില്ല, അതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് അപ്പൂപ്പൻ പറയുന്നത് ഇതായിട്ട് എന്താ ബന്ധം? അപ്പൂപ്പൻ കുട്ടികളുടെ കാര്യം നോക്കിയാൽ പോരെ? ഓ, അവിടെയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ. ഉണ്ടല്ലോ. ഓക്കെ, ഓക്കെ. അതുമല്ല, ഈ വഴി കൂടി പോകുന്ന എല്ലാത്തിനും മറുപടി പറയുക ഒരു ഹരമാണ്. എല്ലാം വേലി കിടക്കുന്ന പാമ്പിനെയൊക്കെ ഇട്ട് എടുത്തു ശിവൻ അപ്പോ കഴുത്തിന് ചുറ്റും ഒരു അതെ. സർപ്പം ഉണ്ടെന്ന് നമുക്ക് അപ്പോ പറയാം. അതെ, അതിനിടയിൽ തിരഞ്ഞെടുപ്പിന് മുമ്പിലെ കാപ്പട്യമാണെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുള്ളൂ. ഇതിനിടയിൽ മന്ത്രി കെ രാജൻ പോകുന്നു, അവിടെ ഉരച്ചു നോക്കുന്നു. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കെ രാജൻ ഇപ്പൊ തന്നെ ജോലി ഇല്ലാതാവുന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ തന്നെ കണക്ക് പ്രകാരം, CPIയുടെ കണക്ക് പ്രകാരം 10 സീറ്റിലേ ജയിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇന്ന് രാവിലെയൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അവർ തന്നെ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ട്. അപ്പോൾ രാജൻ എന്തായാലും മന്ത്രിസ്ഥാനം കിട്ടാൻ ചാൻസ് കുറവാണ്. അതിനാദ്യം LDF വരണമല്ലോ, വന്നാൽ തന്നെ കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ മന്ത്രിമാരും അവർക്കറിയുന്ന ഒരു കൈത്തൊഴിൽ മുന്നോട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മളെപ്പോലെ ആർക്കെങ്കിലും വീട് വയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കയ്യാൾ മേസ്ത്രിയായിട്ട്, കയ്യാൾമാരുടെ മേസ്ത്രി അല്ലാണ്ട് മേസണല്ല കേട്ടോ, ആയിട്ട് നമുക്ക് രാജനെ ഒന്ന് ആലോചിക്കാം. അദ്ദേഹം എന്ത് രസമായിട്ടാണ് ചാടി കയറുന്നു, മുകളിൽ ഒരയ്ക്കുന്നു, പുട്ടി ബ്ലേഡ് ഇട്ടാണ് കേട്ടോ ഒരയ്ക്കുന്നു, ഇതിലൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് താഴ്ത്തിക്കാനാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ, അതും നമ്മൾ കണ്ടു. ഇതൊക്കെ എന്ത് നാടകമാണ്! പ്രഹസനം നാടകം എന്ന് പറയുകയാണെങ്കിൽ ചീപ്പ് ട്രിക്കാണെന്ന് പറഞ്ഞത്. ഇനി ഈ ചീപ്പ് ട്രിക്ക് കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഇലക്ഷൻസ് ആർ ഓവർ. കിട്ടാനുള്ള വോട്ടൊക്കെ പെട്ടി കയറി ഇങ്ങനെ വിശ്രമത്തിലാണ്. അത് 4-ാം തീയതി ചാടി പുറത്ത് വരും. അപ്പോൾ ഈ നാടകങ്ങളൊക്കെ ഇലക്ഷന് മുമ്പിലായിരുന്നെങ്കിൽ പിന്നെയും നമുക്ക് പറയാൻ പറ്റും. ഇത് ആരെ കാണിക്കാനാ? ഈ വീടിൻ്റെ ഉടമ പറയുന്നുണ്ട് അദ്ദേഹത്തെ ഇവർ കോൺടാക്ട് ചെയ്തിട്ടേ ഇല്ല. അതുപോലെ തന്നെ സീലിങ്ങിൽ മാത്രമല്ല ഭിത്തിയിലുമുണ്ട്, അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുകളിൽ പോയി നോക്കിയേക്കണം. അതായത് ഇവിടെ റൂഫ് ടോപ്പിൽ പോയിട്ട് അവിടെ നിന്നാണല്ലോ ശരിക്കും വിള്ളൽ വരിക. വിള്ളൽ അവിടെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. താഴെ പുട്ടി ബ്ലേഡ് കൊണ്ട് ചിരണ്ടി നോക്കിയാൽ അതിന് നോക്കാൻ പറ്റില്ല. മറ്റേതാകുമ്പോൾ നമ്മൾ ഇരുന്ന് ആക്കിയാൽ മതി. അപ്പം ഇത്രയും ഒരു മീഡിയ ഇത് കിട്ടില്ലോ, എന്തിൻ്റെയോ മുകളിലൊക്കെ പിടച്ച് കയറുന്നുണ്ട്, ചിരകുന്ന ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ നമുക്ക് ഒരു കാര്യത്തിലും ഇപ്പോൾ വഴക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് പിടിച്ചു വയ്ക്കാൻ പറ്റുകയില്ല. ഇവരാരും അവിടെ താമസിക്കുന്നില്ല. താമസിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ക്രാക്ക് വരുന്നുണ്ടെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഞങ്ങൾ പിടികൂടും, അവർക്കുള്ള പൈസ റിലീസ് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പം നടന്ന ഈ ഉദ്ഘാടന മാമാങ്കം എന്തായിരുന്നു പ്രജിത? ഈ ഇലക്ഷന് മുമ്പ് ഓടി വരുന്നു, മുഖ്യമന്ത്രി വരുന്നു, അതിനുശേഷം ആളുകൾ സ്വന്തം ചെലവിൽ പല സ്ഥലത്തു നിന്നും വരുന്നു, സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു, ഇത്രയും മനോഹരമായ ഒരു ടൗൺഷിപ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. വലിയ വലിയ ബിൽഡേഴ്സ് വരെ നാണം കൊണ്ട് തല കുനിക്കുന്നു. കാരണം അവർ വില്ലാ പ്രോജക്റ്റ് പോലും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതായി മാറുന്നു. മമ്മൂട്ടിയൊക്കെ വരുന്നു, ഇത് കാണുന്നു. ഇതൊക്കെ പിന്നെ എന്തിനായിരുന്നു? ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് അന്ന് നടന്നത് പട്ടയ വിതരണം മാത്രമായിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവർ കോൺഗ്രസ്സുകാരെയും ബാക്കി പാർട്ടിക്കാരെയും ഒക്കെ അവഹേളിക്കുന്നു? നിങ്ങളുടെ വീടുകൾ എവിടെ, നിങ്ങൾ എന്തുകൊണ്ട് പണിതില്ല, എത്ര രൂപ കൊടുത്തു എന്ന്? ഇവരും വീട് പണിത് കൊടുത്തിട്ടില്ലല്ലോ. ഇറ്റ്സ് ഓൺലി അണ്ടർ കൺസ്ട്രക്ഷൻ. അങ്ങനെ നമുക്ക് ലോജിക്കലായിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ. ഈ വീടുകളൊന്നും തന്നെ വാസയോഗ്യമല്ല. പലരും നമ്മൾ കാണുന്നുണ്ട്, അവർ പറയുന്നുണ്ട് ഈ വീടുകൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ചിലവാക്കി എന്ന് പറയുന്ന തുക 15 ലക്ഷമോ എന്തോ ഞങ്ങൾക്ക് ക്യാഷായിട്ട് തന്നാൽ മതി. വി നോ എങ്ങനെ ഒരു നല്ല വൃത്തിയുള്ള, അതായത് ഇതുപോലെ ഒലിച്ചിറങ്ങാത്ത വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. 2200 രൂപയ്ക്കേ വരുന്നുള്ളൂ ഒരു വീട് പണിയാനായിട്ട്. അപ്പോൾ ഒരു 650 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകൾ പണിത് കൊടുക്കാനായിട്ട് നമ്മളുടെ മേൽനോട്ടത്തിൽ സത്യസന്ധനായ ഒരു കോൺട്രാക്ടറെ കൊണ്ട്, ഇതിൽ നിന്നും പൈസ വലിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു നൽകാത്ത ഒരു കോൺട്രാക്ടറെ കൊണ്ട് നമുക്ക് 15 ലക്ഷം രൂപയ്ക്ക് നല്ല ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് പണിയാൻ പറ്റും. പലരും അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. മന്ത്രി തന്നെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് പറയട്ടേന്നേ. എന്തൊരു വെല്ലുവിളിയല്ലേ അത്? ധാർഷ്ട്യം, വെല്ലുവിളി, ധാർഷ്ട്യം, അഹങ്കാരം. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൻപുറത്ത് ഞങ്ങൾ താമസിക്കുക, കല്ല് വെട്ടാനുണ്ടോ, കത്തിക്ക് മൂർച്ച കൂട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആളുകൾ നടക്കുന്നത് കാണും. ഇപ്പം നമ്മളത് കാണുന്നില്ല. അതുപോലെ മന്ത്രി പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഐ ആം അവൈലബിൾ ടു ബി എ കയ്യാൾ മേസൺ. അദ്ദേഹത്തിന് ജോലി കിട്ടാനുള്ളൊരു കാര്യം ഉറപ്പിച്ചു എന്ന് മാത്രം നമുക്ക് തമാശ രൂപത്തിൽ പറയാമെങ്കിലും ഇത് ചീറ്റിംഗ് ആണ്. ഒരു വലിയ ദുരന്തം നടന്നവരുടെ ചീറ്റിംഗ് ആണ്.
ദാറ്റ് ഇസ് എ കറക്റ്റ് വേർഡ്. വളരെ ആലോചിച്ച് പറഞ്ഞ വാക്കാണിത്. ചീറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ആ ദുരന്തത്തിനെ അഭിമുഖീകരിച്ചവർ ശരിക്കും പറയുകയാണെങ്കിൽ വലിയ നല്ല നിലയിൽ ജീവിച്ച ആൾക്കാരുണ്ട്. ഒരു മാന്യ വ്യക്തി പറയുന്നുണ്ട്, ദുബായിൽ നിന്ന് സമ്പാദിച്ച് അതിങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത് നല്ല മനോഹരമായൊരു വീടായിരുന്നു. ആ സ്ഥാനത്താണ് ഇവർക്കിത് കിട്ടുന്നത്. മോളെ, പ്രളയം വന്ന സമയത്ത് ധാരാളം പേര് പല കാര്യങ്ങളും കൊടുത്തയച്ചു. അപ്പം ഞങ്ങളത് സോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്ത തുണികളൊക്കെ എന്നുവെച്ചാൽ അവർക്ക് എവിടെയെങ്കിലും കൊടുത്തു, ഞങ്ങൾ കൊടുത്തു എന്ന് പറയാമല്ലോ. ചില കുട്ടികളുടെയൊക്കെ ഇതിൽ അവരുടെ വെളിക്കിറങ്ങിയതിൻ്റെ അവശിഷ്ടങ്ങൾ വരെ ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ കയ്യാലാണ് ഞാനിത് സോർട്ട് ചെയ്ത് മാറ്റിയത്. അവരാരും തന്നെ അത്രമാത്രം ഒരു ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിൽ ജീവിച്ചിരുന്ന വ്യക്തികളല്ല. നമ്മളെപ്പോലെ തന്നെ ജീവിച്ച വ്യക്തികൾ വെള്ളം വന്നപ്പോൾ റിലീഫ് ക്യാമ്പിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരായ വ്യക്തികളാണ്. ആ ബഹുമാനം കൊടുക്കണം, അല്ലേ? നമ്മൾ എന്ത് കൊടുത്താലും നമ്മൾ അവിടെ താമസിക്കുമോ, ആ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുമോ, നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മലമൂത്ര വിസർജ്യങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അടിവസ്ത്രങ്ങൾ ധരിക്കുമോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? എവിടെ വെച്ചാണ് മലയാളികൾക്ക് ഈ മനസാക്ഷി നഷ്ടപ്പെട്ടതെന്നും കൂടെ നമ്മളിവിടെ ചിന്തിക്കണം. അവർ നന്നായി ജീവിച്ച ആൾക്കാർ, ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്ന ആൾക്കാർ ആണ് പെട്ടെന്ന് നിന്ന നിപ്പിൽ ഒന്നുമില്ലാത്തവരായിത്തീരുന്നത്. അവരുടെ ബന്ധുക്കൾ, ഒരു വീട്ടിലൊക്കെ 16 പേര് മരിച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു സങ്കടം പോലും, അതിൻ്റെ ഒരു സഹതാപം പോലും, അവരെ ജീവിതത്തിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വരാനുള്ള ഒരു ആർജവം പോലും ഇല്ലാതെ മാറിയോ നമ്മളുടെ സഖാക്കൾ എന്ന് പറഞ്ഞ. സഖാക്കൾ ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മളോടൊപ്പം നമ്മളുടെ എല്ലാ ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സഖാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മനസ്ഥിതി പോലും നഷ്ടപ്പെട്ട പിണറായി സഖാവിനും, പറയാമോ എന്തോ, സഖാവില് പിണറായിക്കും കൂട്ടാളികൾക്കും, കൂട്ടു സഖാക്കൾ എന്നും പറയുന്നില്ല, ആരുടെ മുമ്പിലും അവർക്ക് ഒന്നും പറയാനുള്ള അവകാശം അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇത് മാതിരി മന്ത്രി രാജൻ കാണിച്ച ഗിമിക്കെന്ന് തന്നെ പറഞ്ഞു, അത് ചീറ്റിപ്പോയിക്കുന്നു. അദ്ദേഹം ഒരു അപഹാസ്യമായിരിക്കുന്നു. പട്ടയ വിതരണത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ഷോ ഓഫ് കാണിക്കേണ്ട വീട് തന്നെയാണ് കൊടുത്തത്. ഒരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഉള്ളിക്കര, അയ്യോ എന്ത് നല്ല വീട്, അങ്ങനെയാണെങ്കിൽ അവരെന്തിനാ അതിൻ്റെയൊക്കെ വീഡിയോ പുറത്താക്കിയത്? ഇപ്പോൾ നിൽക്കക്കല്ല് ഇല്ലാണ്ട് വന്ന സാഹചര്യത്തിൽ അവർ പറയുന്നു പട്ടയ വിതരണമാണ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വീടുകളുടെയൊക്കെ മനോഹരമായ ചിത്രങ്ങൾ എന്തിനെന്ന് കാണിച്ചു? ഓരോരുത്തരും അവരുടെ താക്കോല്, വീടിൻ്റെ നമ്പറിൻ്റെ താക്കോല് കിട്ടിയ ആൾക്കാർ ഒക്കെ വന്നിട്ട് എന്തുമാത്രം ആഹ്ലാദ പ്രകടനം നടത്തി. എന്നാൽ പട്ടയത്തിൻ്റെ ഒരു കടലാസ് മാത്രം ഒന്ന് കൊടുത്താൽ പോരായിരുന്നോ? നമ്മളാരും ബുദ്ധിയില്ലേ? നമുക്ക് ബുദ്ധി അതൊക്കെ വിടൂ. എല്ലാ കലാമിറ്റികളിലും ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഇതൊക്കെ ജനവഞ്ചനയാണ്. എനിക്കും കിട്ടണം പണം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ തങ്ങൾക്കും കുറച്ച് പാർട്ടി ഫണ്ടിലേക്കും അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വകാര്യമായിട്ടും കുറച്ച് ഫണ്ടുകൾ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനുകളിൽ യഥാർത്ഥത്തിലൊരു സൂപ്പർവിഷൻ നടക്കാണ്ടോ. ആർക്കുള്ള വീടല്ലേ എന്ന് പറഞ്ഞ് വീടുകൾ വെച്ചു. നമ്മളുടെ വീടാണെങ്കിൽ നമ്മളവിടെ ഈ രാജ്യം കാണിച്ച കാര്യം ആത്മാർത്ഥമാണെങ്കിൽ അദ്ദേഹം ഒരു കൊട പിടിച്ച് നിൽക്കണമായിരുന്നു. എസ്പെഷ്യലി ഏറ്റവും നമ്മൾ നോക്കുന്ന കാര്യം സീലിങ്ങിൻ്റെ വാർക്ക് നടക്കുമ്പോഴാണ്. സ്വന്തം വീടാണെങ്കിൽ പോലും നമ്മളെല്ലാവരും കൊട പിടിച്ച് നിൽക്കുന്നത്. അതാണ് ആ വീടിൻ്റെ കാലപ്പഴക്കമൊക്കെ നമുക്ക് തീരുമാനിച്ചു തരിക. റൂഫിങ് ശരിയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാണ്ട് വർഷങ്ങളോളം അവിടെ താമസിക്കാം. ആ സമയത്ത് രാജനും ഉദ്യോഗസ്ഥരും അവിടെ കൊട പിടിച്ച് നിന്നില്ല. ഇപ്പോൾ എന്തിനാ പുട്ടി ബ്ലേഡുമായിട്ട് മുകളിൽ കയറുന്നത്? ഇതൊക്കെ വെറുതെ അല്ലേ? ഇതിനൊക്കെ മുകളിൽ ചിന്തിക്കാനുള്ളൊരു അവസ്ഥയിലാണ് അവിടെ താമസിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇലക്ഷന് മുമ്പ് നടത്തിയ ഒരു നാടകം തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിന് ഒന്നും സംസാരിക്കാത്തത്? മുഖ്യമന്ത്രി പലപ്പോഴും മൗനമായിരിക്കും. ഏറ്റവും അവസാനം വന്ന് എന്തെങ്കിലും ഒരു കണ്ണിൽ പൊടിയിടുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കും. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ വീണ മിനിസ്റ്റർ താഴെ വന്നിരിക്കുന്ന കാര്യം ഈ വലിയതായിട്ട് പറയുന്നുണ്ടല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, മാർഗനിർദ്ദേശം. അപ്പൊ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്നു. ഫോണിൽ ഇങ്ങനെ വെച്ചോണ്ടാണ് ഇവരിങ്ങനെ ഓപ്പറേഷൻ ചെയ്തിരുന്നത്. അടയാളപ്പെടുത്തണം. അപ്പൊ സ്കൂളുകളിൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്ന ഡോക്ടറിനും നഴ്സിനും പൂർണ്ണ കോൺസെൻട്രേഷനിൽ ചെയ്യേണ്ട കാര്യമാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു
മനുഷ്യ ജീവന്റെ വിലയാണ് ഇതിൽ കിടക്കുന്നത് അതെ, അല്ലേ. ആ ആ ടേബിളില് സമയത്ത് മൊബൈൽ കൂടെ എന്ത് വരുന്നു, ഭാര്യ വിളിച്ചോ, മകൻ സ്കൂളിൽ പരീക്ഷ ചെയ്തോ, അമ്മ കഞ്ഞി കുടിച്ചോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചോ മൊബൈൽ ഫോൺ അടുത്ത് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് എത്രമാത്രം കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം അവിടെ നടന്നിരുന്നു നടന്നിരുന്നു എന്നുള്ളതല്ലേ? നടന്നിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രിസഭയിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓരോന്നും ഇപ്പോഴാണ് യഥാർത്ഥമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഈ വീണ മാഡം ഒരു അന്വേഷണ ഉത്തരവ് അങ്ങോട്ട് പുറപ്പെടുവിക്കും. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതിനു ശേഷം അന്വേഷണം നടത്തിയിട്ട് എന്താ കാര്യം? ഓക്കെ, കുറ്റവാളികൾ ശിക്ഷിച്ചു, പക്ഷെ അനുഭവിച്ച അല്ലെങ്കിൽ ഇനിയും അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾക്ക് ആര് മറുപടി പറയും? ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. എൻ്റെ കയ്യിൽ ഒരു ഇതൊന്നും ഇല്ലാണ്ടാണോ? അതാണ് ഇടത് കൈ ചെയ്യേണ്ടത് വലത് കൈ ചെയ്യുന്നു, ഇടത് കണ്ണിന്റെ ഓപ്പറേഷൻ വലത്തെ കണ്ണിൽ ചെയ്യുന്നു. ഏത് രോഗിയാണ് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് പറയാണ് വാർഡ് ഡോക്ടറും നഴ്സ് ഇൻചാർജും പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ച് ഒപ്പിടണം. തിയേറ്റർ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടണം. അതിനുശേഷം മാത്രമേ തിയേറ്ററിലേക്ക് രോഗിയെ പ്രവേശിപ്പിക്കാവൂ. ഇതൊന്നും ഇല്ലാണ്ടാണോ ചെയ്തിരുന്നത്? അങ്ങനെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സകലയിടത്തും അഴിമതി, സകലയിടത്തും വീഴ്ചകൾ, കെടുകാര്യസ്ഥത. അതായത് ഐ ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡ്. എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം നല്ലത് വരും, ബാക്കി ആർക്കും എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഭരണാധികാരികളും അവർ ആശ്രയം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതുവരെ കേരളത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അവർ ആദ്യം ചോദിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇത് ചെയ്തിരുന്നോ. കാരണം അവർക്ക് പോലും എന്താ പറയാ, ആ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള മാർഗരേഖ. അപ്പൊ ഈ മാർഗരേഖ പോലും നടപ്പാക്കാൻ പോകുന്നത്. അതായത് ഇത്രയും വർഷം 10 വർഷം അല്ലെങ്കിൽ എത്രയോ വർഷം ഇതൊന്നും കേരളത്തിൽ നടന്നിരുന്നില്ല എന്നാണ് അർത്ഥം. ചുമ്മാ അല്ല മുഖ്യൻ കൂടും കുടുക്കിയായിട്ട് മയോ ക്ലിനിക്കിലേക്ക് ഓടുന്നത്. പിണറായി വിജയൻ എന്നുള്ളതിന് പകരം വേറെ ഏതെങ്കിലും വിജയനെ ഇവർ വേറെ എന്തെങ്കിലും ചികിത്സ വിശ്വാസമില്ല. ഇപ്പൊ നമ്മൾ വായിച്ചു കേൾക്കുന്നത് കാണുന്നത് പ്രകാരം ഇതൊന്നും ഇവിടെ കേരളത്തിൽ നടന്നിട്ടില്ല. ഏതെങ്കിലും വിജയന് പിണറായി സഖാവിന് വേണ്ട ചികിത്സയും വേറെ ഏതോ വിജയന് കിട്ടേണ്ട ചികിത്സ പിണറായിക്കും കിട്ടുമെന്നുള്ള ഭീതിയാലായിരിക്കും അദ്ദേഹം അങ്ങോട്ട് ഓടിപ്പോൾ. അതുപോലെ എല്ലാ മന്ത്രിമാരും, മിക്ക മന്ത്രിമാരും 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കോടിക്കണക്കിന് രൂപയുടെ വരെ മെഡിക്കൽ ബില്ല് മേടിക്കുന്നുണ്ട്. അവരൊക്കെ എന്തിനു പോകുന്നു കേരളത്തിന് പുറത്തേക്ക്? ഡൽഹിയിലേക്ക് പോകുന്നു, മുംബൈയിലേക്ക് പോകുന്നു, വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. എന്തിനു വേണ്ടി? നമ്പർ 1 കേരളം എന്ന് ഇവർ ആത്മാർത്ഥമായും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് വരാൻ പോകുന്ന മിനിസ്ട്രി ഒരു നിയമം എഴുതി വയ്ക്കണം. നിങ്ങൾ ഒരു കടലാസ് കൊണ്ടുവരണം, ഈ ചികിത്സ കേരളത്തിൽ ലഭ്യമല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സ ലോകോത്തരമല്ല എന്നൊരു കടലാസ് ഡോക്ടറുടെ കൊണ്ടുവന്നാൽ മാത്രമേ പുറത്ത് പോയിട്ട് ജനങ്ങളുടെ ടാക്സ് പൈസ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയ്ക്കായി കേരളത്തിന് പുറത്ത് പോകാൻ പറ്റിയുള്ള നിയമം ഏത് മുന്നണിയാണ് വരാൻ പോകുന്നതെങ്കിലും ആദ്യം അത് നടപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.